കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ സ്റ്റേൺ അവർ അറ്റൻഷൻ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 17 to 21. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ മതി. 20 and 21. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രത്യാശയുടെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലുസിനാൽ ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. അപ്പോസ്തലനായ പൗലുസ് വളരെ ആഴമായി സ്നേഹിച്ച ഒരു ദൈവസഭയാണ് ഫിലിപ്പിയ സഭ. കാരണം അതിലുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ എത്രമാത്രം അപ്പോസ്തലനായ പൗലുസിൻ്റെ ഹൃദയത്തിൽ ഫിലിപ്പിയ സഭയുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. എല്ലാ സഭകളെയും അപ്പോസ്തലനായ പൗലുസ് സ്നേഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഫിലിപ്പിയ സഭയിലെ വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലുസിന് ഭയങ്കര സന്തോഷവും ഹൃദയത്തിന് ആശ്വാസവും ഒക്കെയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതി ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ടോപ്പിക്, ദ മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്ന ഒറ്റ വേർഡിൽ ഫിലിപ്പിയൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ റിജോയ്സ്. റിജോയ്സ്. വാട്ട് വി ക്യാൻ സേ ഇൻ വൺ വേർഡ്? ഫിലിപ്പിയൻസ്. Sit straight. Yeah. What we can say? Rejoice. Philippians, the main theme of Philippians is rejoice in the Lord. Rejoice in the Lord. Can you all say it together? Rejoice in the Lord. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ സന്തോഷിക്കുക. ഏത് സമയത്തും കർത്താവിൽ സന്തോഷിക്കുക. സാഹചര്യങ്ങളെല്ലാം സന്തോഷിക്കത്തക്കവണ്ണമാകണമെന്നില്ല, പക്ഷെ കർത്താവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കണം? കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മൾ ദൈവമക്കളായതുകൊണ്ട്, നമുക്കൊരു നിത്യത ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് ആ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കൊണ്ട് സന്തോഷിക്കണം. അപ്പം കർത്താവിൽ നമ്മൾ സന്തോഷിക്കണം. മറ്റ് സാഹചര്യങ്ങൾ നമുക്ക് ദുഃഖം തരുന്നതും പ്രയാസം തരുന്നതും ഭാരം ഇതെല്ലാം ഉണ്ട്. ഇറ്റ്സ് ദെയർ. പക്ഷെ അതിനകത്തൊരു സന്തോഷമുണ്ട്. ഞാൻ കർത്താവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്, കർത്താവ് എന്നോട് കൂടെയുണ്ട്, കർത്താവ് എന്നിൽ വസിക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. സന്തോഷിപ്പീൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. 3-ാം അധ്യായത്തിൽ വളരെ വേഗത്തിൽ ഞാൻ പോവുകയാണ്. അമ്മേ സ്തോത്രം. 1 മണിക്കൂറെങ്കിലും പ്രസംഗിക്കാൻ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ 1 മണിക്കൂറിൻ്റെ 20 മിനിറ്റ്സ് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ 3 വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തുടങ്ങുന്നത് തന്നെ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. കർത്താവിൽ സന്തോഷിപ്പീൻ എന്നിട്ട് പറയുകയാണ്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർ പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താ പറയുന്നത്, യു മസ്റ്റ് ബി സർക്കംസൈസ്ഡ് ടു ബി സേവ്ഡ്. യു മസ്റ്റ് ബി സർക്കംസൈസ്ഡ് ടു ബി സേവ്ഡ്. നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ പരിച്ഛേദന കൂടെ അയക്കണം. സഭയ്ക്കകത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടുവരിക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ? ശരിക്കും പരിച്ഛേദനക്കാർ ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. ആരാണ് ശരിക്കും പരിച്ഛേദനക്കാർ? ഹല്ലേലൂയ. അവൻ ആത്മാവിൽ ആരാധിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന, ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന. ഹല്ലേലൂയ. ആ വാക്യം ഏതാണെന്ന് അറിയാം? വേഴ്സ് 3. ആമേൻ. യെസ്. Who worship God in the Spirit, rejoice in Christ Jesus, and have no confidence in the flesh. അവരാണ് യഥാർത്ഥത്തിൽ, for we are the circumcision. അല്ലാതെ ഫിസിക്കലി സർക്കംസൈസ് ചെയ്യപ്പെട്ടവരല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള സർക്കംസിഷൻ, അകത്തുള്ള പരിച്ഛേദന നടന്നിട്ടുള്ളവരാണ്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, യഹൂദന്മാർ പരിച്ഛേദന ചെയ്യുന്നവരാണ്, സർക്കംസൈസ് ചെയ്യുന്നവരാണ്. അവർ പറയുവാണ് സർക്കംസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് the teaching of the church. സഭയുടെ പഠിപ്പിക്കലിന് എതിരാണ്, ദൈവ വചനത്തിന് എതിരാണ്, ദൈവിക പദ്ധതിക്കെതിരാണ്. ഹല്ലേലൂയ. ദൈവിക പദ്ധതിക്കെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് അതിന് എതിരായി സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ആർക്കെങ്കിലും പ്രശംസിക്കാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പ്രശംസിക്കാനുണ്ട്. ജഡത്തിൽ
If anyone is boasting in his flesh, I have more to boast. എന്താ തൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, തൻ്റെ എരിവ് സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, അതോടൊപ്പം തന്നെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഇത്രയും കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് തന്നെക്കുറിച്ച് പറയാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം തനിക്ക് ബോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. എട്ടാം നാളിൽ ഇസ്രായേൽ ജാതിക്ക്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, പ്യുവർ എബ്രായനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് വന്നിട്ട് സർക്കംസിഷൻ ഏറ്റ ആളല്ല, പ്യുവർ എബ്രായനാണ്. എബ്രായൻ ജനിച്ച എബ്രായൻ പരീശനാണ്. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ന്യായപ്രമാണത്തെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഫാരിസീസ്. പരീശനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. കാരണം ന്യായപ്രമാണത്തിൽ അത്രമാത്രം എരിവ് കൊണ്ടിട്ട് സഭയെ ഉപദ്രവിച്ചവനാണ്. ഹല്ലേലൂയ. അടുത്തത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലെ നീതി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ന്യായപ്രമാണത്തെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്ന റബ്ബിമാരാണ്. അവർ പറയുന്ന നീതി വെച്ച് നോക്കിയാൽ, ദൈവിക നീതി വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനാവത്തില്ല ദൈവിക സ്റ്റാൻഡേർഡ് വെച്ച്. എന്നാൽ ഹല്ലേലൂയ, അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് പെർഫെക്റ്റ് ആണ്. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഒത്തിരി കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലന് പറയാനുണ്ട്. ഡിവൈൻ സ്റ്റാൻഡേർഡിലല്ല, മാനുഷികമായ നിലയിൽ നോക്കിയാൽ, ജഡത്തിൽ നോക്കിയാൽ താൻ പെർഫെക്റ്റ് ആണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു താൻ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. എണ്ണാനുള്ള കാരണം എന്താ? റീസൺ എന്താ? എന്തുകൊണ്ടാണ് പൗലോസിന് ഇതിനെയൊക്കെ, ഈ ലോകപ്രകാരം തനിക്കുള്ള പദവികളെ, തനിക്ക് പുകഴാനുള്ളതിനെ, അതിനെ ചപ്പെന്നും ഗാർബേജ് എന്ന്, ചപ്പെന്ന് ചവറെന്ന് എണ്ണാൻ കഴിഞ്ഞതിന് കാരണം ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യേശു, അതിന്റെ വേഴ്സ് 8. Yes. And I count all things but loss for the excellency of the knowledge of Christ Jesus my Lord. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അതാണ് നമ്മൾ വെള്ളിയാഴ്ചയിൽ ബൈബിൾ സ്റ്റഡിയിലും നമ്മൾ ധ്യാനിക്കാനിടയായി തീർന്നത്. ക്രിസ്തു നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ മറ്റെല്ലാം നമുക്ക് സെക്കൻഡറിയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള പണവും പൊസിഷനുകളും, ഈ ലോകത്തിലുള്ളത് എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ കഴിയും. അപ്പോൾ വേണേ ചോദിക്കും, പാസ്റ്റർമാർ പോലും പദവിക്ക് വേണ്ടിയിട്ട് ക്രിസ്തു പരിജ്ഞാനം ശരിക്കും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു പരിജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട്, ഹല്ലേലൂയ, പലപ്പോഴും പദവിക്ക് വേണ്ടി കടിപിടി കൂടുന്നത്. ആമേൻ. എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ നേടിയെടുക്കണം, ലോകത്തിൻ്റെ മാന്യതകൾ ആഗ്രഹിക്കാനുള്ള ഒറ്റ കാരണം, ക്രിസ്തു ശരിക്കും ഉള്ളത്തിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ പറയും, സ്തോത്രം, ഇതെല്ലാം ചപ്പും ചവറുമാ. ഹല്ലേലൂയ. ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ചപ്പെന്നും ചവറെന്നും എണ്ണാൻ കഴിയണമെങ്കിൽ ക്രിസ്തു ആയിരിക്കണം ഏറ്റവും വലുത്. ഒരുവന്റെ ജീവിതത്തിൽ ക്രിസ്തു വലുതല്ലാതെയാകുമ്പോഴാണ് ലോകം തനിക്ക് വലുതായി തോന്നുന്നത്. ഒരുവന്റെ ജീവിതത്തിൽ ജഡം പ്രബലമായി നിൽക്കുമ്പോഴാണ് ലോകത്തിലുള്ളതൊക്കെ എനിക്ക് വേണം എന്നുള്ള അതിയായ എന്താ പറയുക, ഗ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം നേടണം, വെട്ടിപ്പിടിക്കണം, ക്യാപ്ചർ ചെയ്യണം, ഐ നീഡ് എവ്രിതിങ്. ആ ഒരു തോന്നലുണ്ടാകുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ ജഡത്താൽ നടത്തപ്പെടുമ്പോഴാണ്. When we are led by flesh, we will go behind all these garbages. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, the knowledge of Christ, ക്രിസ്തു പരിജ്ഞാനം ഹൃദയത്തിൻ്റെ അകത്ത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, എൻ്റെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അപ്പോസ്തലനായ ആമേൻ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ജഡത്തിൽ പ്രശംസിക്കാനുള്ളതിനെയൊക്കെ ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. സ്തോത്രം,
ഹല്ലേലൂയ. ആമേൻ. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് വരേണ്ടതുകൊണ്ട് അവിടെ നിൽക്കാതെ മുമ്പോട്ട് വളരെ വേഗത്തിൽ പോകുക. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിച്ചത്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം. വേഴ്സ് 17, ആമേൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളണം. ഇമിറ്റേറ്റ് മീ. പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയാറുണ്ട്, ഇമിറ്റേറ്റ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ജീസസ്. ഇമിറ്റേറ്റ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ജീസസ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കും. ഒരു മാതൃകാ ജീവിതം തനിക്കുള്ളത് കൊണ്ടാണ് വിത്ത് കോൺഫിഡൻസ് എനിക്കിത് പറയാൻ കഴിയുന്നത്. ഇമിറ്റേറ്റ് മീ. പിന്നെ ദൈവവചനത്തിൻ്റെ ക്രമപ്രകാരം നടക്കുന്നവരെയും എന്ത് ചെയ്യണം? കുറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ഫ്രം ദം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം അനുസരിച്ച് നടക്കുന്നവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ആരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്? ആരിൽ നിന്നാണ് പഠിക്കേണ്ടത്? ദൈവവചനത്തെ അനുസരിച്ച് നടക്കുന്നവരിൽ നിന്നു പഠിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കുന്നവരെ ഇമിറ്റേറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ലോകപ്രകാരം നേട്ടങ്ങൾ കൊയ്തവരെ അല്ല ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ലോകം ഏറ്റവും ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരെ അല്ല, ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ, അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്. അവരെ നോക്കിയാണ് പഠിക്കേണ്ടത്, അവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ഇമിറ്റേറ്റ് ദോസ് ഹു ആർ ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ അനുസരിക്കുന്നവരെ ഇമിറ്റേറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക ലേഖനം, 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 2 Thessalonians chapter 3 verse 6. ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ദൈവദാസൻ പറയുകയാണ്, ഞാൻ ആജ്ഞാപിക്കുക. എന്തോ റിക്വസ്റ്റ് അല്ല, കമാൻഡാണ്, ഓർഡറാണ്, റിക്വസ്റ്റ് അല്ല. ദൈവവചനത്തെ വിട്ട് നടക്കുന്നത്, ദോസ് ഹു ആർ നോട്ട് ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ക്രമം കെട്ട് നടക്കുന്നവരെ വിട്ട് അകലണം. Keep a distance from those who are not obeying the word of God. Keep a distance from those who are not following the commandments of God. Hallelujah. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു? ക്രമം കെട്ട് നടക്കുന്ന ആരെയാണെന്നറിയാമോ? ക്രമം കെട്ട് നടക്കുന്ന സഹോദരന്മാർ. കറക്റ്റ്, അവിടുന്ന് ഉത്തരം വന്നു. ക്രമം കെട്ട് നടക്കുന്ന സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ളവർ. സഹോദരന്മാരെന്ന് വിളിക്കുന്ന എല്ലാം വിശ്വാസികളെയാ. ഓർഡർ ഇല്ലാതെ, ഡിസിപ്ലിൻ ഇല്ലാതെ, വചനം അനുസരിക്കാതെ നടക്കുന്നവരെ കീപ് എ ഗ്യാപ്പ് ഫ്രം ദം. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം അല്ല ഒരാൾ ജീവിക്കുന്നതെന്ന് കണ്ടാൽ അവരെ വെറുക്കണമെന്നല്ല. നോ, നമ്മൾ ആരും വെറുക്കരുത്. Love everyone, but keep a distance from those who are not obeying the word of God. Hallelujah. Praise the Lord. Keep a distance from those who are not obeying the word of God. And ഫിലിപ്പി ലേഖനം പറയുന്നു, imitate and learn from those who are obeying the word of God. ദൈവവചനം അനുസരിക്കുന്നവരെ അനുകരിക്കുകയും അവരോട് പഠിക്കുകയും ചെയ്യണം. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമുക്ക് ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ അവർ ദൈവവചനത്തിലാണോന്ന്. ആളുകളോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് 5 മിനിറ്റ്സ് സംസാരിച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും അവർ ദൈവവചനം അനുസരിക്കുന്നവരാണോ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്ലോറി ബ്രദറെ, സ്തോത്രം ബ്രദറെ അങ്ങനെ പറയുന്നതല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ നമുക്കറിയാം, വെൻ വി ടോക്ക് ടു സമ്മൺ, അവർക്കറിയാം അവരെത്ര സ്പിരിച്വലി മെച്യൂറാണ്, എത്രമാത്രം ആത്മീയത അവരിലുണ്ടെന്ന്. ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് സംസാരിച്ചാൽ, ഓപ്പണിങ് സംസാരിച്ചാൽ മതി. ഫോർമൽ ടോക്ക് ഇങ്ങനെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പറഞ്ഞു പോകുന്നതല്ല. 5 മിനിറ്റ് ഇരുന്ന് 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവരുടെ അകത്ത് ദൈവം എത്രയുണ്ട്, ദൈവവചനം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെളിപ്പെട്ട് വരും, അവരുടെ ബുദ്ധിഹീനത വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞതുപോലെ, ഞാൻ പറയുന്നതല്ല വചനം പറയുന്നതാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂക്ഷിച്ചതാ. ബുദ്ധിഹീനത വെളിപ്പെട്ട് വരും എന്ന് പറഞ്ഞ പോലെ വെളിപ്പെട്ട് വരും. അവരുടെ വായിൽ നിന്ന്, അവരുടെ സംസാരത്തിൽ നിന്ന് വെളിപ്പെട്ട് വരും അവരുടെ ഉള്ളിൽ എത്രമാത്രം ദൈവം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ദൈവവചനം അനുസരിക്കുന്നവരെ ഫോളോ ചെയ്യും, അനുസരിക്കാത്തവരിൽ നിന്ന് കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ദം, അവരിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് ദൈവവചനം പറയുന്നു. അടുത്ത ഭാഗത്ത് പറയുന്നു, സ്തോത്രം,
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയൂ, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് നടക്കുന്നു. വേഴ്സ് നെക്സ്റ്റ് വേഴ്സ്. ആ ആ verse 3 verse Philippians 3 verse 18. Yes. Yes, many are living as enemies to the cross of Christ. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളാരാ? ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളാരാ? അവരുടെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകതകൾ: അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇതാണ് അവരുടെ പ്രത്യേകത. ക്രൂശിൻ്റെ ശത്രുക്കളുടെ പ്രത്യേകതകൾ പറഞ്ഞു, 4 കാര്യം പറഞ്ഞു. ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാ? അവരുടെ പ്രത്യേകത അവരുടെ അവസാനം നാശമാണ്. അവർ നാശത്തിലോട്ടാണ് പോകുന്നത്, നിത്യനാശത്തിലോട്ടാണ് പോകുന്നത്. അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പുറമേയുള്ള കാര്യങ്ങളിലാണ് അത് മാത്രമേ ഉള്ളൂ, ഭൗമികമായതിലെ ചിന്തയുള്ളൂ. ആമേൻ. ലജ്ജയായതിൽ മാനം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ലജ്ജയായതിൽ, അല്ലേ? ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നാണക്കേടെന്ന് പറഞ്ഞിരുന്നൊക്കെ ഇന്ന് അഭിമാനമായിട്ടാണ്. ലജ്ജയായതിൽ, അല്ലേ? ലജ്ജയായതിൽ നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾസ് ചിന്തിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തോ ഒരു എക്സാമ്പിൾ വന്ന് കാണും. പറയാൻ വായിക്ക് തന്നാൽ നിങ്ങളും പറയും. പണ്ടത്തെ ആണെങ്കിൽ ഇതൊക്കെ വൃത്തികേടെന്ന്, അല്ല, ലജ്ജയെന്ന്, ദൈവവചന പ്രകാരം ലജ്ജയെന്ന് പറഞ്ഞ്, അല്ലേ? എന്തെല്ലാം കാര്യം ദൈവവചനത്തിൽ തന്നെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. പബ്ലിക്ക് പറയാൻ പറ്റത്ത് പോലും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽപ്പെട്ടവർ നമുക്കെതിരെ കേസ് കൊടുക്കും. ഹല്ലേലൂയ. ലജ്ജയായതിൽ മാനം തോന്നുന്നത്, അല്ലേ? സ്തോത്രം. ലജ്ജയായതിൽ മാനം തോന്നുന്നു. ആമേൻ. ഭൂമിയിലുള്ളത് ഭൗമികന്മാർ, അതാണ് അതിൻ്റെ ഒറ്റ വാക്കി പറഞ്ഞാൽ ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാ? യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം: ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. enmity with God, enmity with God. Hallelujah. The love of world, അല്ലെങ്കിൽ വേൾഡ്ലി ലവ്, ലോകത്തെ സ്നേഹിക്കുക. ആമേൻ. ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ലോകം വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണോ? സ്തോത്രം. ഇലോൺ മസ്കുമായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്തിട്ടുള്ള, ഹല്ലേലൂയ, അങ്ങനെയല്ല. നിങ്ങൾ ലോകം വിട്ട് പോകണമെന്നല്ല. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മുടെ ബേസിക് നീഡ്സൊക്കെ കർത്താവ് തരും. ആമേൻ. എന്തുടുക്കും, എന്ത് കഴിക്കും, എവിടെ കിടക്കും വിചാരപ്പെടുന്ന ദൈവം, ഗോഡ് വിൽ പ്രൊവൈഡ്. ഗോഡ് ഹാസ് ഓൾറെഡി പ്രൊവൈഡഡ് ആൻഡ് ഗോഡ് വിൽ പ്രൊവൈഡ്. ഗോഡ് ഈസ് ദെയർ ടു പ്രൊവൈഡ് ഓൾ യുവർ നീഡ്സ്. പക്ഷേ നിങ്ങളുടെ ചിന്തകളും ഹൃദയവും എന്ത് ഭൗതികമായതിൽ കോൺസെൻട്രേറ്റഡ് ആയി പോകരുത്. ക്രിസ്തുവിൽ കോൺസെൻട്രേറ്റഡ് ആകണം. ഹല്ലേലൂയ. സ്തോത്രം. ദാനങ്ങളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ഇരിക്കാനല്ല, ദാതാവായ ദൈവത്തെ നോക്കണം. ഹല്ലേലൂയ. ആമേൻ. God has given everything and God is giving and God will give. He will provide. Jehovah Jireh. ആമേൻ. ദൈവം നമുക്ക് തരും. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ആഹാരം ആവശ്യമാണ്. ആമേൻ. വായു ഫ്രീ ആയിട്ടുണ്ട്. ആമേൻ. അല്ലേ? ഓക്സിജൻ ഫ്രീ ആയിട്ട് കർത്താവ് തരുന്നുണ്ട്. ആഹാരം ഗോഡ് വിൽ പ്രൊവൈഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ജോലി ദൈവം തന്നിട്ടുണ്ട്, ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട്, ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നുണ്ട്, ജീവിക്കാനുള്ള ഭവനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ലഭിക്കാനുള്ളവർക്ക് എത്രയും വേഗം ഭവനങ്ങൾ കർത്താവ് തരട്ടെ. ഗോഡ് പ്രൊവൈഡ്. ഗോഡ് വിൽ പ്രൊവൈഡ്. ഐ ബിലീവ് ദാറ്റ്. ആമേൻ. ആഗ്രഹിക്കുന്നവർക്കെല്ലാം ദൈവം ഭവനങ്ങളെ തരട്ടെ. സ്തോത്രം. സാമ്പത്തിക നന്മകൾ തരട്ടെ. ഒരു മനുഷ്യന് മുമ്പിൽ പോയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കൈ നീട്ടാൻ ദൈവമക്കൾക്ക് ഇടയാകാതിരിക്കട്ടെ. ഇടയാക്കത്തില്ല ദൈവം. ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, ഗോഡ് വിൽ നോട്ട് അലോ ദാറ്റ്. ഹല്ലേലൂയ. ദൈവം തരും. ഗോഡ് വിൽ പ്രൊവൈഡ് ഓൾ യുവർ നീഡ്സ്, ഓൾ യുവർ ബേസിക് നീഡ്സ്. ഗോഡ് വിൽ പ്രൊവൈഡ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഹല്ലേലൂയ. ഞാനതാ വിശ്വസിക്കുന്നത്. കർത്താവ് തരും, ദൈവം തരും. യെസ്, അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹി ഈസ് ജെഹോവ ജൈരെ. നമ്മൾ ഈ ക്രൂക്കഡ് വേസിലൊന്നും പോകാതിരിക്കാതെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ദൈവത്തെ നോക്കി നടക്കാമെങ്കിൽ, ആമേൻ, നേരോടെ നടക്കുന്നവർക്ക് ഹല്ലേലൂയ നന്മയെ മുടക്കാത്തൊരു ദൈവം. ആമേൻ. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കാൻ അനുവദിക്കത്തില്ല ദൈവം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ ഈ ലോകപ്രകാരമുള്ളതിലൊക്കെ ഇങ്ങനെ ആയിത്തീർന്നിട്ട് ദൈവത്തോട് അകന്നു പോകുന്ന അനുഭവങ്ങൾ, അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഇഷ്ടപ്പെടുന്നില്ല.
ഈ ലോകത്തിലുള്ളതിനെ കുറിച്ചുള്ള ചിന്ത മുഴുവൻ ലോകത്തിലുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. അവര് എന്താ പറയുക, അവർ ഭൗമികന്മാരാ, വേൾഡ്ലി എന്താ പറയുന്നത്, കാർണൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ലോകപ്രകാരമുള്ള ചിന്തകളും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല. ഐ മീൻ എവറി ഗുഡ് ഗിഫ്റ്റ്സ് ദാറ്റ് കംസ് ഫ്രം ദ ലോർഡ്, ആ ഒരു ചിന്തയില്ല, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല. ഐ മീൻ പ്രാർത്ഥിക്കാൻ സമയമില്ല, ആത്മീയ കൂട്ടായ്മകൾക്ക് സമയമില്ല, ഐ മീൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, തലമുറകൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. ഹല്ലേലൂയ. വേൾഡ്ലി ആയിട്ടുള്ള ലൈഫ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. The love of the world is enmity with ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കൾ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, ആമേൻ പറഞ്ഞ് വീട്ടിൽ പോകുന്നു. ഹല്ലേലൂയ. അതിനകത്തിൽ കാര്യമില്ല. നമ്മുടെ ലൈഫിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. വാട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം അസ്. നമ്മളിൽ നിന്ന് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഡു ഐ നീഡ് ടു മേക്ക് എനി ചേഞ്ച് ഇൻ മൈ ലൈഫ്? ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കർത്താവേ? ഹല്ലേലൂയ. എന്തെങ്കിലും കുഴപ്പം ഈ വചനം വായിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ, ഹൗ ക്യാൻ ഐ അപ്ലൈ ദിസ് ഇൻ മൈ ലൈഫ്? ചിന്തിക്കണം. അല്ല ചുമ്മാ ഇങ്ങനെ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ പാസ് എന്തൊക്കെയോ പറഞ്ഞു, സഹോദരൻ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, നമ്മൾ എന്തൊക്കെയോ കേട്ടിട്ട് പോയി. നോ. ഹല്ലേലൂയ. ദൈവവചനമാണ്, ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൈ നിട്ട് പറയാനൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയാനാണ് കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഫിലോസഫി പറയാനല്ല, ആമേൻ, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതിലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാനല്ല. സ്തോത്രം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ. അല്ലാതെ എനിക്കിഷ്ടമുള്ളതൊക്കെ പറയാനല്ല കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അടുത്ത ഭാഗത്തിൽ പറയുവാണ്, ആമേൻ, സ്തോത്രം. അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മുടെ അതാണ് ആമേൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഓപ്പോസിറ്റ്, ഇപ്പം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുവാണ്. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ പൗരത്വം, സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ എവിടെ? ഹെവൻ. ഹല്ലേലൂയ. Amen. Our citizenship is in heaven. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. We are heavenly citizens of heaven. Amen. Hallelujah. കൊലോസി ലേഖനം പറയുന്നത് നമ്മളെ കർത്താവിനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. Hallelujah. Praise the Lord. ആമേൻ. കൊലോസി ലേഖനം അതിൻ്റെ 3-ാം അധ്യായം പെട്ടെന്ന് ഞാൻ വായിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ, Colossians chapter 3:1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ നമ്മുടെ സ്വർഗത്തിൽ we are seated in heaven. We are seated in heaven. നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ആത്മീകമായി, സ്പിരിച്വലി നമ്മളിപ്പോൾ ഓൾറെഡി സ്വർഗത്തിലാണ്. സ്പിരിച്വലി നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. കാരണം നമ്മൾ സ്വർഗീയ പൗരന്മാരാ. അപ്പം നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കണം? സ്വർഗത്തിലായിരിക്കണം. അതാ അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പൗലോസിനെ കിട്ടിയായിരുന്നു. ഞാൻ ചോദിച്ചത് ഇതെല്ലാം എന്തിനാ എഴുതി വെച്ചതെന്ന്. ഒരു പാസ്റ്റർ പറഞ്ഞതാ. ഹല്ലേലൂയ. പുള്ളിക്ക് അത്രമാത്രമേ ബോധമുള്ളെന്ന് ഓർത്ത് നമ്മളങ്ങ് ക്ഷമിക്കുക. അല്ല എന്താ പറയാനാ? സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങളും നിത്യതയെക്കുറിച്ച് കാര്യങ്ങളും തനിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടുകൾ ആത്മനിറവിൽ എഴുതി വെച്ചിട്ട് ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പം അതാണ് ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഹല്ലേലൂയ. നിത്യതയൊക്കെ സെക്കൻഡറി ആയി മാറി, ഇറ്റേണിറ്റി ഒക്കെ സെക്കൻഡറിയാ. ഹല്ലേലൂയ. നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യം കർത്താവ്. നമ്മുടെ ലോകം, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. സ്തോത്രം. ഇപ്പം നമുക്ക് ഇവിടുന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആശീർവാദം പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്ക് കഴിയും? എനിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വരെ ചെല്ലുമെന്ന് ഉറപ്പ് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവൻ ഇപ്പോൾ പോയാൽ
ഈ പ്രസംഗിച്ചോ, നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവും. എൻ്റെ കാര്യം, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ജീവൻ ഇപ്പം ഇവിടെ തീർന്നു കഴിഞ്ഞാൽ, ഇപ്പം എത്രയോ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു. ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഈ മിനിറ്റിൽ ഞാൻ ഇവിടെ കുഴഞ്ഞു വീണാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവൻ പോയാൽ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ നിത്യത എവിടെ എന്നൊരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അതാ പറയുന്നത്, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. വിട്ടു പിരിഞ്ഞാൽ, ഈ ലോകം വിട്ടാൽ നെക്സ്റ്റ് മൊമെന്റ് ഐ വിൽ ബി വിത്ത് മൈ ലോർഡ്. ആ ഒരു അഷ്വറൻസ് ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിനകത്തുണ്ടാകണം. അങ്ങനെ ഒരു അഷ്വറൻസ് ഉള്ളവർക്ക് മാത്രമേ കർത്താവിന് വരവിൽ പോകാൻ പറ്റത്തുള്ളൂ. 50-50 ഒക്കെ ഈ ലോകത്തിലെ പരിപാടിയാണ്. 50-50 പരിപാടിയൊന്നുമില്ല. ഒന്നുകിൽ നിത്യതയിൽ, ഒന്നുകിൽ നിത്യ സ്വർഗം, അല്ലെങ്കിൽ നിത്യനാശം. ഇത് ഇവിടെ പറയുന്നത്, ചിലർ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ദേ ആർ ഓൺ ദെയർ വേ ടു, ലോകസ്നേഹികളായ ആളുകൾ, ക്രൂശിൻ്റെ ശത്രുക്കൾ, those who have enmity with the cross, they are going to the hell. Hallelujah. പക്ഷെ നമ്മളെക്കുറിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. Our citizenship is in heaven. എൻ്റെ നിത്യത ഞാൻ കർത്താവിനോട് ചെലവിടും. വേഗത്തിൽ ഞാൻ നിർത്താം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് എന്താ? ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാത്തിരിപ്പുകളുണ്ട് ലോകപ്രകാരം, ഒത്തിരി ഗുഡ് അല്ലേ? നമുക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട് നാളുകളെക്കുറിച്ച്. നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ബൈബിൾ ബേസ്ഡ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കാത്തിരിപ്പ്, നമ്മുടെ കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന് വരും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ആമേൻ. അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമില്ലെങ്കിൽ ഇന്ന് പോയിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ബൈബിളും പിന്നെ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേലിൻ്റെ ചരിത്രം കൂടെ വെച്ച് പഠിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസം ഓട്ടോമാറ്റിക്കലി വരും. ഹല്ലേലൂയ. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അത്തി തളിർക്കുമ്പോൾ, ഹല്ലേലൂയ, മനസ്സിലാക്കുക, പ്രാണപ്രിയൻ്റെ വരവ് വാതിൽക്കലായിരിക്കും. നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ പഠിച്ചാൽ മതി. ദൈവവചനം കൂടെ വെച്ച് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അറിയാതെ വിശ്വസിക്കും. ഹല്ലേലൂയ. ഒരു ജാതിയെ പോലും ആയിരിക്കാതെ വണ്ണം മുടിഞ്ഞുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി വന്നെങ്കിൽ, ഒന്നും സീറോയിൽ നിന്ന് ഒരു രാഷ്ട്രമായി ഉടലെടുത്തു വന്നെങ്കിൽ, തിരുവചനത്തിൻ്റെ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നെങ്കിൽ, യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം, ഹല്ലേലൂയ, അവൻ വേഗം വരും. സ്തോത്രം. അവൻ വേഗം മടങ്ങി വരും. സ്തോത്രം. ഞാൻ പറഞ്ഞ വിശ്വാസമില്ലാത്തവരെല്ലാം പോയി ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുക, ദൈവവചനം പഠിക്കുക. ഹല്ലേലൂയ. വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ലോക സംഭവങ്ങൾ നോക്ക്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയാ. ഹല്ലേലൂയ. തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, ക്രിസ്തുവിൻ്റെ വ്യാപാര ശക്തി, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. കർത്താവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്നറിയോ? സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്താൻ കഴിയുന്ന ശക്തി. ഹല്ലേലൂയ. മറ്റൊരു വ്യാപാര ശക്തിയെക്കുറിച്ച് ബൈബിളിലുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അത് സാത്താൻ്റെ വ്യാപാര ശക്തിയാണ്. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ, 2 തെസ്സലോനിക്ക ലേഖനത്തിലുണ്ട്. പിശാചിൻ്റെ, സാത്താൻ്റെ വ്യാപാര ശക്തി, അത് വേറൊരു വ്യാപാര ശക്തിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ വ്യാപാര ശക്തി. Who shall change our vile body that it may be fashioned like unto his glorious body, according to the working whereby he is able even to subdue all things unto himself. Hallelujah. Praise the Lord. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയപ്പെടട്ടെ. Let's all close our eyes. Hallelujah. Amen. Our citizenship is in heaven. നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, വേഗത്തിൽ പ്രത്യക്ഷമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതൊന്നും നമ്മെ നിത്യതയിൽ എത്തിക്കുന്നതല്ല. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ നേടിയാലും അതെല്ലാം വിട്ട് നമ്മൾ പോകുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നിലനിൽക്കുന്നൊരു നഗരം ഇവിടെ ഇല്ല. അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഹല്ലേലൂയ. കൂടാരങ്ങളിൽ പാർത്തെന്ന് എഴുതിയിരിക്കുന്നത്. അബ്രഹാം, he was so rich, പക്ഷേ he resided in tents.
ഹല്ലേലൂയ. തൻ്റെ പാർപ്പിടം കൂടാരങ്ങളിലായിരുന്നു. തൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. നമ്മൾ കാത്തിരിക്കാൻ പോകുക നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്ന ഒരു ദിവസം വേഗത്തിൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ജഡികന്മാരായി ജീവിക്കരുത്, നമ്മൾ ആത്മീകരായി ജീവിക്കണം. നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലുള്ളതാകാതെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാകണം. ഹല്ലേലൂയ. നിത്യമായ പ്രത്യാശ കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ. സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യരാജ്യത്തിന് വേണ്ടി, ഇറ്റേണിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിൻ്റെ കൃപ നമ്മെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ലെറ്റ്സ് ടുഗദർ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ബെന്നി ബ്രദർ ചുരുക്കം വാക്കുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ.